എന്താണ് DMR? ഒരു കോമൺ റേഡിയോ നെറ്റ്വർക്കിലേക്ക് എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ ആക്സസ് ലഭ്യമാക്കുന്നതിനാണ് DMR അഥവാ ഡിജിറ്റൽ മൊബൈൽ റേഡിയോ വികസിപ്പിച്ചെടുത്തത്. യൂറോപ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ETSI ആണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. DMR താമസിയാതെ നിരവധി റേഡിയോ പ്രേമികളുടെ ആഗോള മുൻഗണനയായി മാറുകയും ചെയ്തു. DMR സിസ്റ്റങ്ങൾക്ക് 3 ടിയർ അല്ലെങ്കിൽ 3 തരം വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ടിയർ 1 DMRന്റെ ഏറ്റവും ലളിതമായ രൂപം ടിയർ 1 ആണ്. ഇത് പ്രധാനമായും റിപ്പീറ്ററുകൾ ഇല്ലാതെ സിംപ്ലക്സ് ആയ ഒരു ആശയവിനിമയങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ശബ്ദം ഡിജിറ്റലായി സാമ്പിൾ ചെയ്യുകയും MBA+2 എന്ന ഒരു കോഡക് അഥവാ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് സംവിധാനം ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുകയും തുടർന്ന് ഈ ഡിജിറ്റൽ സിഗ്നൽ മറ്റൊരു റേഡിയോയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ടിയർ 2 എന്താണെന്ന് നോക്കാം. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ്. ടിയർ 2 DMR ഉപയോഗിച്ച് 2 ടൈം സ്ലോട്ടുകളുള്ള ഒരു TDMA അഥവാ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് റിപ്പീറ്ററുകൾ ഉപയോഗിക്കുന്നു. 2 വ്യത്യസ്ത റേഡിയോ ട്രാൻസ്മിഷനുകൾ ഒരേ സമയം ഒരു റിപ്പീറ്ററിലൂടെ കടന്നു പോകാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതുകൂടാതെ നിങ്ങൾക്ക് വെർച്വൽ ചാനലുകളായ ടോക്ക് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന ലോജിക്കൽ ക്ലോസ്ഡ് ഗ്രൂപ്പുകളിലേക്ക് ഈ റേഡിയോകൾ സജ്ജീകരിക്കാം. ഇന്റർനെറ്റ് വഴി 2 റിപ്പീറ്റുകളിൽ ലിങ്ക് ചെയ്ത് നെറ്റ്വർക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് റിപ്പീറ്ററുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാം. സാധാരണ അമേച്ചർ റേഡിയോ സിസ്റ്റങ്ങൾ DMR സിസ്റ്റത്തിൽ ടിയർ 2 സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ടിയർ 3 എന്താണെന്ന് നോക്കാം. ഇത് ടിയർ 2വിനേക്കാൾ അഡ്വാൻസ്ഡ് ആയ ഒരു ട്രങ്ക്ഡ് റേഡിയോ സിസ്റ്റമാണ്. TDMA ട്രാൻസ്മിഷനുകളുള്ള കുറെ നെറ്റ്വർക്കുകളുടെ ഒരു പൂൾ ഉപയോഗിച്ച് ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കി ഓപ്പറേറ്റ് ചെയ്യാനായി ഇതിലൂടെ സാധിക്കും. DMR ഒരു ഓപ്പൺ സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഏത് കമ്പനിക്കും അനുയോജ്യമായ രീതിയിൽ ഇത് നിർമ്മിക്കാൻ കഴിയും. ഇത് DMR റേഡിയോ വിപണിയിൽ കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ മികച്ച ഹാർഡ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും ഇടയാക്കുന്നുണ്ട്. ഒരു DMR നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ 2 വഴികളുണ്ട്. ഒന്ന് റിപ്പീറ്റർ, ഡയറക്റ്റ് റിപ്പീറ്റർ നെറ്റ്വർക്ക്. 2 മൾട്ടിമീഡിയ ഡിജിറ്റൽ വോയിസ് മോഡം MMDVM. ഈ റിപ്പീറ്ററുകളും ഹോട്ട്സ്പോട്ടുകളും സാധാരണയായി TCP/IP ഇന്റർഫേസിലൂടെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കും. ഈ ഇന്റർഫേസ് 2 പോയിന്റുകൾക്കിടയിൽ എൻകോഡ് ചെയ്ത വിവരങ്ങൾ സ്വകാര്യമായോ അല്ലെങ്കിൽ ഓപ്പണായോ കൈമാറുന്നു. ടെക്സ്റ്റ്, ഇമെയിൽ, GPS മുതലായ സംപ്രേഷണവും ഇതിൽ ഉൾപ്പെടുന്നു. പലതരം DMR നെറ്റ്വർക്കുകളുണ്ട്. DMR മാർക്ക്, DMR പ്ലസ്, ബ്രാൻഡ് മീസ്റ്റർ എന്നിവയാണ് ഇതിൽ ഏറ്റവും സാധാരണയായ 3 നെറ്റ്വർക്കുകൾ. ഈ നെറ്റ്വർക്ക് വേൾഡ് വൈഡ് ആക്സസ് ഉള്ളവയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ലൈസൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇന്റർനാഷണൽ നെറ്റ്വർക്കുകളിലേക്കുള്ള ആക്സസ് ലഭിക്കുന്നത്. DMR ഒരു ഓപ്പൺ സ്റ്റാൻഡേർഡ് സിസ്റ്റമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനാൽ ഒരു നിർമ്മാതാവിൽ നിന്നുള്ള പോർട്ടബിൾ DMR ഹാൻഡ്സെറ്റിന് മറ്റ് നിർമ്മാതാക്കളുടെ ഹാൻഡ്സെറ്റുമായോ അല്ലെങ്കിൽ ബേസ് സ്റ്റേഷനുമായോ ഒക്കെ പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. അവനവന് ലഭ്യമായിട്ടുള്ള ഹാം ലൈസൻസ് പോലുള്ള ലൈസൻസ് ഉപയോഗിച്ച് ഒരു DMR ID രജിസ്റ്റർ ചെയ്താലേ നമുക്ക് DMR നെറ്റ്വർക്കിലേക്ക് പ്രവേശനം സാധ്യമാവും. ഇനി DMRന് അനലോഗ് FM-നേക്കാൾ ഉള്ള ചില മികവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി DMR ഡിജിറ്റൽ നിലവാരമുള്ള ഒരു നോയ്സ് ഫ്രീ ഓഡിയോ നൽകുന്നു. അതിനാൽ റേഞ്ച് കുറഞ്ഞ ഇടങ്ങളിൽ പോലും മികച്ച ശബ്ദം കേൾക്കാനാവും. TDMA ടെക്നോളജിയിൽ ഓരോ ചാനലിനും 2 ടൈം സ്ലോട്ടുകൾ ഉള്ളതിനാൽ ഇത് ചാനലുകൾ ഉൾക്കൊള്ളാനുള്ള ഡുവൽ കപ്പാസിറ്റി നൽകുന്നു. അനലോഗ് ഡിജിറ്റൽ മോഡുകൾ ഒരുമിച്ച് ഉള്ളതിനാൽ അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ്. DMR ഹാൻഡ്സെറ്റുകൾക്ക് ബാറ്ററി ഉപയോഗം 40% കുറവായതിനാൽ കൂടുതൽ സംസാര സമയം ലഭിക്കുന്നു. DMR കോളർ IDയെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനാൽ കോൾ നടത്തുന്ന വ്യക്തിയുടെ എല്ലാ ID സ്വീകർത്താക്കൾക്കും ദൃശ്യമാകും. DMRൽ എൻക്രിപ്ഷൻ സംവിധാനം ഉള്ളതിനാൽ സുരക്ഷിതമായ ആശയവിനിമയം ഇത് വാഗ്ദാനം ചെയ്യുന്നു. DMRന് നിരവധി ആപ്ലിക്കേഷനുകൾ ഇന്ന് നിലവിലുണ്ട്. റിമോട്ട് മോണിറ്ററിംഗ് അഥവാ ടെലിമെട്രി, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ഒരു വകഭേദമായ SCADA, വെഹിക്കിൾ ഓട്ടോമേഷൻ, GPS തുടങ്ങിയവ അതിൽ ചിലതാണ്. സ്പെക്ട്രം ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഇത് 4 ഇരട്ടി കാര്യക്ഷമമാണെന്ന് വലിയ നേട്ടം DMRനുണ്ട്. ഒരു 25 kHz അനലോഗ് FM ചാനലിൽ നിങ്ങൾക്ക് 4 DMR ട്രാൻസ്മിഷനുകൾ സംഘടിപ്പിക്കാം. എന്താണ് ടോക്ക് ഗ്രൂപ്പ്? ഒരു DMR നെറ്റ്വർക്ക് വഴി നിങ്ങൾ ഒരു സിഗ്നൽ അയക്കാൻ കഴിയുന്ന ചാറ്റ് റൂമുകളാണ് ടോക്ക് ഗ്രൂപ്പുകൾ. ആ ടോക്ക് ഗ്രൂപ്പുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മറ്റു ഉപയോക്താക്കൾക്ക് അതേ ചാനലിൽ നിന്ന് നിങ്ങളുടെ സന്ദേശത്തിന് മറുപടി നൽകാൻ കഴിയും. ലോകമെമ്പാടുമുള്ള 1500-ലധികം ടോക്ക് ഗ്രൂപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
ലോക്കൽ റിപ്പീറ്റർ ടോക്ക് ഗ്രൂപ്പ്, സ്റ്റേറ്റ് വൈഡ് ടോക്ക് ഗ്രൂപ്പ്, റീജിയണൽ ടോക്ക് ഗ്രൂപ്പ്, സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടോക്ക് ഗ്രൂപ്പ്, ജനറൽ അമേച്ചർ റേഡിയോ ടോക്ക് ഗ്രൂപ്പ് തുടങ്ങിയ നിരവധി തരം ഗ്രൂപ്പുകൾ നിലവിൽ ലഭ്യമാണ്. ഇനി DMRന്റെ ചില സാങ്കേതിക വശങ്ങൾ നോക്കാം. എല്ലാ DMR ട്രാൻസ്മിഷനും ഒരു കളർ കോഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് അനലോഗ് റേഡിയോയുടെ CTCSS അല്ലെങ്കിൽ PL ടോണുകൾക്ക് സമാനമാണ്. ഒരു റിപ്പീറ്റർ അല്ലെങ്കിൽ സിംപ്ലക്സ് ഫ്രീക്വൻസിയിൽ ഒരുമിച്ച് ആശയവിനിമയം നടത്താൻ എല്ലാ റേഡിയോയും ഒരേ കളർ കോഡ് ഉപയോഗിക്കണം. ഒരേ ഫ്രീക്വൻസിയിലുള്ള 2 റിപ്പീറ്റർ കവറേജ് ഏരിയകൾ ഓവർലാപ്പ് ചെയ്യുന്നിടത്താണ് ഈ കളർ കോഡുകളുടെ പ്രധാന ഉപയോഗം. ഓരോ റേഡിയോയും ശരിയായ റിപ്പീറ്റർ ആക്സസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വ്യത്യസ്ത കളർ കോഡുകൾ ഉപയോഗിക്കാം. DMRകളിൽ വർഷങ്ങളായി തുടരുന്ന ഒരു മോട്ടോറോള പദമാണ് കോഡ് പ്ലഗ്. DMR സംവിധാനത്തിൽ റേഡിയോക്കായി ചാനലുകൾ, ടോക്ക് ഗ്രൂപ്പുകൾ, സോണുകൾ, കോണ്ടാക്റ്റുകൾ മുതലായവയുടെ സമ്പൂർണ്ണ കോൺഫിഗറേഷൻ ഫയൽ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു മോട്ടോറോള പദമാണ് CPS, കസ്റ്റമർ പ്രോഗ്രാം സോഫ്റ്റ്വെയർ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഒരു കോഡ് പ്ലഗ് ഉണ്ടാക്കാനും നിങ്ങളുടെ റേഡിയോ കോൺഫിഗർ ചെയ്യാനും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങളുടെ ലോ പവർ DMR റിപ്പീറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ബോക്സാണ് DMR ഹോട്ട്സ്പോട്ടുകൾ. നിങ്ങളൊരു DMR റിപ്പീറ്ററിന്റെ പരിധിയിലല്ലെങ്കിൽ നിങ്ങളുടെ DMR നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹോട്ട്സ്പോട്ട് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാനും സെല്ലുലാർ സിഗ്നൽ ലഭിക്കുന്നിടത്ത് DMR ഉപയോഗിക്കാനും നിങ്ങളുടെ മൊബൈൽ ഫോണിലെ തന്നെ വയർലെസ് ഡാറ്റ ഉപയോഗിക്കാനും കഴിയും. മിക്ക ഹോട്ട്സ്പോട്ടുകളും മൾട്ടി മോഡാണ്. അതായത് DMR മാത്രമല്ല, D-Star, യാസു ഫ്യൂഷൻ, P25 തുടങ്ങിയവയും ഇതിലൂടെ നമുക്ക് പ്രവർത്തിക്കാനാവും. അനലോഗ് FMന്റെ അതേ കവറേജ് DMRനുണ്ട്. അനലോഗ് FM, LMR, VHF, UHF അല്ലെങ്കിൽ 700-800 MHz ഉപയോഗിക്കുന്ന 136 MHz മുകളിലുള്ള ഏത് ബാൻഡിലും DMR സിസ്റ്റങ്ങൾ വിന്യസിക്കാനാവും. DMRലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന അനലോഗ് FM ഉപഭോക്താക്കൾക്ക് അവരുടെ നിലവിലുള്ള ചാനലുകൾ വീണ്ടും ഉപയോഗിക്കാനാവും. ആധുനിക DMR ടെർമിനലുകൾക്ക് അനലോഗ് FM ഫോൾബാക്ക് മോഡുണ്ട്. അവ അനലോഗ് നാരോ ബാൻഡ് FM മോഡും പുതിയ ഡിജിറ്റൽ മോഡും സപ്പോർട്ട് ചെയ്യുന്നു. പുതിയ ഡിജിറ്റൽ റേഡിയോകളുടെ ഉപഭോക്താക്കൾക്ക് അനലോഗ് മോഡ് ഉപയോഗിച്ചും DMRലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന FM ഉപഭോക്താവിന് നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും നിലവിലുള്ള ഫ്രീക്വൻസികളും ഉപയോഗിച്ചും കമ്മ്യൂണിക്കേഷൻ നടത്താം. ഈസി ഓഫ് മൈഗ്രേഷൻ എന്നത് DMR സ്റ്റാൻഡേർഡിന്റെ ഭാഗം തന്നെയാണ്. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക്സ് ഫോർ ദ വാച്ചിങ്.